നമുക്കറിയാം നമ്മുടെ ഈ ജീവിതമാണെങ്കിൽ എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഇൻ ദിസ് വേൾഡ്, എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ്. അതായത് ഈ ലോകത്ത് നമ്മുടെ എക്സിസ്റ്റൻസിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഈ ഭൂമിയെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് ദ വേൾഡ് ഓഫ് ലിവിങ് എന്നാണ്, ജീവിക്കുന്നവരുടെ ലോകം എന്നാണ് ഈ ഭൂമിയെ കുറിച്ച് പറയുന്നത്. ജീവിക്കുന്നവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട്. അതായത് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഈ ഭൂമിയെ വിട്ട് തിരിച്ച് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ജനിച്ച് ഇവിടുന്ന് മരിച്ച് ഇവിടുന്ന് ആബ്സെൻസിൽ വരുന്ന ആ സിറ്റുവേഷനാണ് ദ വേൾഡ് ഓഫ് ലിവിങ്, ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് ജീവിക്കുമ്പോൾ സെർട്ടൺ സ്റ്റേജസിൽ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കാണുന്നത് പോലെ സ്റ്റേജസ് ഓഫ് ലൈഫ് എന്നാണ്. അതായത് കുഞ്ഞ് ജനിച്ച് വളർന്ന് അത് മരണം വരെ അതിൻ്റെ സാഹചര്യങ്ങൾ ഓരോരോ ചേഞ്ചസ്, ഫിസിക്കലാണെങ്കിലും ശരി സൈക്കോളജിക്കൽ മെൻ്റൽ സ്റ്റേറ്റസിൻ്റെ ചേഞ്ചസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിലെ പ്രസൻസിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഒരു ജനിക്കുന്ന ഒരു കുഞ്ഞ് ജീവിച്ച് ആ കുഞ്ഞ് തൻ്റെ ലൈഫ് സക്സസ്ഫുള്ളാക്കി മരിക്കുമ്പോഴാണ് ആ നല്ലൊരു ലൈഫ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവർ കടന്നു പോകുന്ന ചില സ്റ്റേജസ് ആണ്. ഒന്നാമത് ഇൻഫൻസി സ്റ്റേജ്, രണ്ടാമത് കുട്ടികൾ, ഒന്നാമത് കുഞ്ഞ്, രണ്ടാമത് കുട്ടികൾ, മൂന്നാമത് കൗമാരം, ഏർലി അഡൽട്ട്ഹുഡ് മുതിർന്ന പ്രായം, മിഡിൽ അഡൽട്ട്ഹുഡ് മധ്യവയസ്കര്, ലേറ്റർ അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്. അതായത് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ പ്രായത്തിനും അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്തും, അതായത് നമ്മുടെ ശാരീരികമായ വളർച്ചയും ഉണ്ടാവും, ആത്മീകമായ മാനസികമായ വളർച്ചയും ഉണ്ടാകും. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസികമായിട്ടുള്ള വളർച്ചയില്ലാത്ത ഒരവസ്ഥയാണ്. അതായത് 8ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 12ാം ക്ലാസ് ആണെങ്കിലും 12ാം ക്ലാസ്സിൽ എത്തേണ്ട വയസ്സാണെങ്കിലും കാപ്പബിലിറ്റി 5ാം ക്ലാസ്സിലേ ഉള്ളൂ എങ്കിൽ ആ കുട്ടിക്ക് മെന്റൽ റിട്ടാർഡേഷൻ, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അതുപോലെ രണ്ട് ഗ്രോത്തും ഒരുപോലെ വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? രണ്ട് ഗ്രോത്തും ഒരുപോലെ വന്നാൽ മാത്രമേ മാറ്റം സംഭവിക്കത്തുള്ളൂ. ബാക്കി ആരെയും കാണാനില്ല. ആരെങ്കിലും ഒരാളൊക്കെ വിളിച്ചിട്ട് വാ, ക്ലാസ് തുടങ്ങുന്നു. നീ പിള്ളേരില്ലേ? ഓക്കെ, അപ്പം ഇൻഫൻസി, നമ്മൾ കുറച്ച് സ്പീഡിൽ പോവാണ്. ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഫസ്റ്റ് ജനിക്കുന്ന കുഞ്ഞ്, അല്ലെ? 0 മുതൽ 3 വയസ്സ് വരെ, 3 വയസ്സ് വരെയാണ് കുഞ്ഞെന്നുള്ള സ്ഥിതിയിൽ ആ കുഞ്ഞ് ഇരിക്കുന്നത്. അതായത് ഈ 3 വയസ്സ് വരെയും ആ കുഞ്ഞ് ജീവിക്കുന്ന ചുറ്റുപാട് വീട്ടിലാണ്. വീട്ടില് അമ്മയുടെയും അച്ഛൻ്റെയും തണലിൽ, കുടുംബം, അമ്മ അച്ഛൻ, ആ ഒരു തണലിലാണ് അവർ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നതാണ് ചിൽഡ്രൻസ്. 4ാമത്തെ വയസ്സ് മുതൽ ചിൽഡ്രൻസ്, കുട്ടികൾ എന്ന സ്റ്റേജിലേക്ക് പോകും. കുട്ടികൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം പഠിച്ചു തുടങ്ങുന്ന സമയം, LKG അല്ലെങ്കിൽ പ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ LKG UKG അങ്ങനെ പഠിച്ചു തുടങ്ങുന്ന സമയം. നമുക്കറിയാം, ജനിച്ചു വീണ ഒരു കുട്ടി ഈ ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവ് നേടിയാണോ ആ കുഞ്ഞ് ജീവിക്കുന്നത്? അറിവ് നേടിയാണോ ഈ ഭൂമിയിൽ ജനിക്കുന്നത്? ഇല്ല. ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ആ കുഞ്ഞ് അറിവ് നേടുകയാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നത് പോലെ, ഡേറ്റ എൻ്റർ ചെയ്ത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനെ എൻ്റർ ചെയ്ത് പ്രോഗ്രാം ചെയ്യും, അല്ലേ? അത് തന്നെയാണ് ഫസ്റ്റ് 6 വയസ്സ് വരെ ഹിപ്നോട്ടിക് സ്റ്റേജ് എന്ന് പറയും. ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണുന്നതെല്ലാം ക്യാപ്ചർ ചെയ്തെടുക്കുന്ന ഒരു പവറുള്ള, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു സമയമാണ് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ. 12 വയസ്സ് വരെയാണ് പറയുന്നത്. പക്ഷെ 6 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ എന്താണോ ആ കുഞ്ഞ് കാണുന്നത്, പെർസെപ്ഷൻ, കാണുന്നതും കേൾക്കുന്നതും, അതിൽ നിന്നുണ്ടാകുന്ന ചിന്ത, അതിൽ നിന്നുണ്ടാകുന്നതാണ് സ്വഭാവം. അത് പിന്നെ അദ്ദേഹം ആ കുഞ്ഞിന്റെ ജീവിത അവസാനം വരെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ അമ്മയും അച്ഛനും എപ്പോഴും അടിയും വഴക്കുമായിരിക്കും. അടിയും വഴക്കുമാണെങ്കിൽ ആ വീട്ടിലുള്ള കുഞ്ഞിന് നമ്മൾ കൂടുതലായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഭയം എപ്പോഴും ഉണ്ടാകും. എന്തിനു മേലും ഒരു ഭയം. നമുക്കറിയാം, ഒരു വ്യക്തി തോൽവിയിലേക്ക് പോകാനുള്ള കാരണം എന്താ?
ഭയമാണ് എപ്പോഴും ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന്റെ ജീവിതം ബാധിക്കുന്നതും ഭയമാണെന്നുള്ളത് ഉടലെടുക്കുമ്പോഴാണ്. ആ ഭയം എവിടെ നിന്നാണ് ആ കുഞ്ഞിന് ഉടലെടുക്കുന്നത്? അത് ആദ്യമേ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അത് കൂടി 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 അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, അല്ലേ? അപ്പോൾ കുട്ടികൾ പഠിക്കാനായിട്ട് പോകും. നമുക്കറിയാം, ജനിച്ചു വീണ ഓരോ കുഞ്ഞുങ്ങളും അറിവോടെ അല്ല ജനിക്കുന്നത്, അറിവ് പിന്നെ നേടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അറിവ് നേടുന്നത് ആദ്യം ഭവനത്തിൽ നിന്നാണ്, പിന്നെ സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 7ാം ക്ലാസ് പൂർത്തീകരിക്കും. 13-ാമത്തെ വയസ്സ് 8ാം ക്ലാസ്, 9ാം ക്ലാസ് 14, 10ാം ക്ലാസ് എത്തുമ്പോൾ 15 വയസ്സ് പൂർത്തീകരിക്കും, അല്ലേ? അപ്പൊ അഡോൾസൻസ്, അതായത് കുട്ടികൾ എന്ന സ്റ്റേജ് ആ കുഞ്ഞിന് കഴിയുന്നത് 12ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് നേരെ അഡോൾസൻസിലേക്ക്, കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഹൈസ്കൂൾ പഠനത്തിലേക്ക് ആ കുഞ്ഞ് പോയിരിക്കും, അല്ലേ? ഒട്ടുമുക്കാൽ ഏതാണ്ട് 95% ഹൈസ്കൂൾ പ്രായം കറക്റ്റ് ആണെങ്കിൽ ഹൈസ്കൂളിൽ പോയിരിക്കും. 10ാം ക്ലാസ് എക്സാം എഴുതുമ്പോൾ 15 വയസ്സ് നിയർലി ആയിരിക്കും. 12ാം ക്ലാസ് എഴുതുമ്പോൾ 17 വയസ്സ്. അത് കഴിഞ്ഞാൽ അവർ പോകുന്ന എഡ്യൂക്കേഷനാണ്. പിന്നെ എഡ്യൂക്കേഷനിലാണ് പോണേ ഡിഗ്രി, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, 4 ഇയർ ബാച്ചിലർ ഡിഗ്രി, 3 ഇയർ ബേസിക് ഡിഗ്രി, അല്ലെങ്കിൽ 6 ഇയർ ഡോക്ടറേറ്റ് ഡിഗ്രി, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം 5 ഇയേഴ്സ്. അങ്ങനെ ഓരോരോ പ്രോഗ്രാം ആയിട്ടുണ്ട്. അവർ ഏതിലാണോ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അതിനനുസരിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പം ഇവിടെ ശരി, ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കും എന്ന് പറഞ്ഞു. എന്താ സ്കൂളിൽ പോയി പഠിക്കുന്നത്? ഫസ്റ്റ് നിങ്ങൾക്കറിയാം, LKG UKG നിങ്ങൾ എന്താ പഠിച്ചത്? ലാംഗ്വേജ് പഠിച്ചല്ലേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ലാംഗ്വേജ്. കാരണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഭാഷകളുള്ള ലോകത്ത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാഷയെങ്കിലും പഠിച്ചിരിക്കണം. ഇന്റർനാഷണൽ ലാംഗ്വേജായ ഇംഗ്ലീഷ് നിർബന്ധം, മലയാളം നമ്മുടെ മാതൃഭാഷ മലയാളം നിർബന്ധം. അതിന് പുറകെ നമ്മുടെ രാജ്യത്തിലെ ആശയവിനിമയം നടത്താൻ വേണ്ടി ചിലർ ഹിന്ദി കൂടെ പഠിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലേ? അപ്പം ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ. ഇതായത് ലാംഗ്വേജ് പഠിച്ചാലേ നമുക്കിപ്പോൾ ഒരു സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും അത് മലയാളം പഠിച്ചാലല്ലേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, ഇത് സിംഹമാണെങ്കിലും പുലിയാണെന്നുള്ളത്. അപ്പം നമുക്ക് പഠിക്കാനാണ് ആശയവിനിമയം, ലാംഗ്വേജ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പഠനത്തിലേക്ക് പോകും, അല്ലെ? ഫിസിക്സ്, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മറ്റു എഡ്യൂക്കേഷൻ, അതായത് സയൻസ്, സോഷ്യൽ, ചരിത്രം, സോഷ്യൽ, ജിയോഗ്രഫി, ഇങ്ങനെ ഓരോരോ എഡ്യൂക്കേഷനിൽ നമ്മൾ പോകും. ആദ്യം 4ാം ക്ലാസ് വരെ പ്രൈമറി എഡ്യൂക്കേഷനിൽ നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്ത് മേക്ക് ചെയ്യാൻ പഠിപ്പിക്കും, അല്ലേ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസ് മേക്ക് ചെയ്ത് ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ പഠിപ്പിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെ കുറിച്ച് പഠിക്കും, സസ്യങ്ങളെ കുറിച്ച് പഠിക്കും. അതിങ്ങനെ ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്കും നിങ്ങളത് എന്തിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്? മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ പാർട്സ് പഠിക്കും, ഇന്റേണൽ ഓർഗൻസ് പഠിക്കും, അല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യം ലാംഗ്വേജ് പഠിച്ചു, പിന്നെ സിംഹം, പുലി, ചെടികളെ കുറിച്ച്, മരങ്ങളെ കുറിച്ച് പഠിച്ചു, പിന്നെ ഹൈസ്കൂൾ എത്തിയപ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. +1 +2 ആയപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഡീപ്പായി പഠിക്കാൻ തുടങ്ങി. അതിനർത്ഥം എന്താണ്? What do you mean about education? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ക്രിയേഷൻ. ദൈവം എന്താണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് പഠിത്തം. ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള അല്ലാത്തതിന് ഒന്നിനും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ്, ഇപ്പൊ നിങ്ങളൊരു ചെടി എടുത്താലും അതിന്റെ പേര് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് അതിന് എത്ര ആയുസ്സായിട്ടുണ്ട്, അതിന്റെ ഓരോ വർഷം നടക്കുന്ന പ്രോസസ്സിങ്, ഇതെല്ലാം ഡീപ്പ് പഠിക്കുന്നത്. ഇതെല്ലാം സൃഷ്ടിയാണ്. സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണ്, അല്ലേ? അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡ്. ദൈവം സൃഷ്ടിച്ചതിനെ മനസ്സിലാക്കുന്നതാണ് പഠിത്തം. മഗപ്പ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് ഫെയിൽ? നമ്മൾ മഗപ്പ് ചെയ്യുന്ന ഒരാൾ ലൈഫിൽ സക്സസ്ഫുൾ ആവത്തില്ല. കാരണം എന്താ? കാണാപ്പാടം പഠിക്കുന്ന ഒരു കുട്ടി ജീവിതത്തിൽ രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിനെ പ്രാക്ടിക്കലായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു എഞ്ചിനീയർ ഒരു സാഹചര്യത്തിനനുസരിച്ച് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുക. പണ്ടത്തെ ഒരു മാതാവിന്റെ പ്രശ്നം എന്താണ്? അമ്മി അരയ്ക്കുന്ന ഭയങ്കര പ്രശ്നമാണ്, അല്ലെ? അമ്മി അരച്ചരച്ച് ബുദ്ധിമുട്ടാണ്. അവര് ഗ്രൈൻഡർ ചെയ്ത്, മിക്സി ചെയ്ത് കൊടുത്തല്ലോ, മാവരയ്ക്കാൻ ഗ്രൈൻഡർ ചെയ്ത് കൊടുത്തു. എന്തുകൊണ്ടാണ് ചെയ്തു കൊടുത്തത്? അവർക്ക് തോന്നി ഇതൊരു ബുദ്ധിമുട്ടാണ്, ഈ ബുദ്ധിമുട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അറിവുണ്ടായിരുന്നു. എങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കോപ്പർ മൈൻഡ് ചെയ്ത്, കോപ്പർ മൈൻഡ് അല്ലെങ്കിൽ അലുമിനിയം മൈൻഡ് ചെയ്ത് അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് തിരിച്ചൊരു മാഗ്നറ്റിക് ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്ത് എങ്ങനെ മോട്ടർ കറക്കി അരച്ചെടുക്കാമെന്നുള്ള ഐഡിയ എഞ്ചിനീയറിനുള്ളത് കൊണ്ടാണ് അവനത് ചെയ്തു കൊടുക്കാനായിട്ട്
പറ്റിയത്. അപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ +2 ഡിഗ്രി നമ്മൾ പഠിക്കുന്ന ഏത് കോഴ്സാണോ അതിൻ്റെ സ്കിൽ, ഹാർഡ് സ്കിൽ നമ്മൾ അക്യൂർ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ഹാർഡ് സ്കില്ലാണ് നമ്മൾ അക്യൂർ ചെയ്യുന്നത് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്താണ് ജോലിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. ബാങ്കിങ് മേഖലയിലാണെങ്കിലും ബികോം പഠിച്ചവർ, കൊമേഴ്സ് പഠിച്ചവർ ബാങ്കിങ് മേഖല എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ഇതെങ്ങനെ ഇത് ചെയ്യണം, എല്ലാം അറിവുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്കൂളിൽ പോയി എന്താ നേടുന്നത്? അറിവാ നേടുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറും ഫോർമുലാസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു മക്കപ്പ് ചെയ്യുന്ന കുട്ടി, കാണാപ്പാഠം പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ട്രാൻസ്ഫോം ചെയ്യാനുള്ള അറിവ് ഉണ്ടാവില്ല. കാരണം നമ്മൾ പഠിച്ച കാര്യം കോർഡിനേറ്റ് ചെയ്താലല്ലേ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണോ അറിഞ്ഞത് അതിനെ റിലേറ്റ് ചെയ്യണം. റിലേറ്റ് ചെയ്യുമ്പോഴാണ് പസിൽസ് പോലെയാണ് കിട്ടുന്നത്. നമ്മൾ LKG എഡ്യൂക്കേഷൻ മുതലേ ഓരോന്ന് പോകുന്നെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നെ അത് കാരണം ചില ബാധിപ്പുകൾ നമുക്ക് ഉണ്ടാകുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം, നമ്മളൊരു 20, 22, 23 വയസ്സിൽ നമ്മളെ പഠിത്തം കഴിഞ്ഞ് നമ്മൾ എവിടെ കയറും? ജോലിയിലേക്ക് നമ്മൾ കയറും. അപ്പൊ ജോലിയിൽ കയറി അവിടെ നിന്നുണ്ടാകുന്ന വരുമാനമാണ് നമ്മുടെ ജീവിത മാർഗം, അല്ലെ? എല്ലാവരും, നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല വസ്ത്രം ഇട്ടിട്ടുണ്ട്, വാഹനങ്ങൾ വന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ബസ്സിൽ വന്നു, വാഹനങ്ങൾ വന്നു. നിങ്ങൾക്കെല്ലാം നല്ല ആഗ്രഹങ്ങളുണ്ട്. നല്ലൊരു കാർ എടുക്കണം, നല്ലൊരു ബൈക്ക്, സ്കൂട്ടി എടുക്കണം, അല്ലെ? നല്ലൊരു ഭവനം വയ്ക്കണം, അല്ലെ? ഇന്നത്തെ സാഹചര്യം അനുസരിച്ച്, ഇന്നത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഒരു വീട് വയ്ക്കണമെങ്കിൽ 10-20 ലക്ഷം രൂപ വേണം. ഒരു വാഹനം 400 രൂപ എന്ന ടാക്സ് 4000 രൂപയായിട്ട് കൂട്ടി, 10 മടങ്ങ് നാണ്ട് കൂട്ടിയിട്ടുണ്ട്, അല്ലെ? അപ്പം ഓരോ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഹെവി ടാക്സ് ഇന്ന് ലിവിങ് എക്സ്പെൻസ് ഓരോ മനുഷ്യനും കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഒരു മനുഷ്യന് മിനിമം 50,000 രൂപയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ മാസം 50,000 രൂപ ശമ്പളം നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്രയും നല്ല പോലെ. 20,000 രൂപയെങ്കിലും കുറഞ്ഞതുണ്ടെങ്കിൽ നല്ല ഒരു വസ്ത്രം ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ജോഡിയെങ്കിലും എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? 3 മാസം കൂടുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാൻ എത്ര രൂപയാവും? 3000 രൂപയിൽ കുറഞ്ഞ് കിട്ടും, 2000 രൂപയിൽ കുറഞ്ഞ്. ഓഫർ തന്നെ എടുക്കണം, അല്ലേ? അപ്പം ഇതുപോലെ നല്ല തുണികൾ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ല വീട് വെക്കണം, നല്ല വാഹനം വാങ്ങണം, നല്ല വാഹനത്തിൽ കിടക്കണം, AC വെക്കണം, ഇന്നത്തെ ചൂട് കാലാവസ്ഥയിൽ ഒരു AC വെക്കണം. എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കാശ് വേണം. കാശ് തന്നെ വയ്ക്കണം. ഞാൻ കടയിൽ പോയി പറയണം, എനിക്ക് ഈ കടയോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾ കുറച്ച് തുണി എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ തുണി എടുത്തിട്ട് പോകാൻ പറ്റുമോ? പറ്റുന്നില്ല. കാശ് വെക്കേണ്ടടുത്ത് കാശ് തന്നെ നിങ്ങൾ വയ്ക്കണം. വേറെ എന്ത് വെച്ചാലും അവിടെ നിന്ന് ഒരു സാധനവും നിങ്ങൾക്ക് എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. അതിനർത്ഥം കാശ് സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജീവിതം കഷ്ടത്തിലാകും. നിങ്ങൾ നോക്കിയൊക്കെ ഈ ബർത്ത് മുതൽ ഏജിങ് സ്റ്റേജ് വരെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലേണിംഗ് സ്റ്റേജ്, ബിൽഡിംഗ് സ്റ്റേജ്, ലെവറേജിങ്, ഏജിങ്. അതില് ഫസ്റ്റ് സ്റ്റേജ്, നിങ്ങൾ ലേണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതുവരെ പോകുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 22, 23, 24 വയസ്സ് വരെ നിങ്ങളുടെ ലേണിംഗ് സ്റ്റേജ് പോകും. 24 വയസ്സ് വരെ, അല്ലെങ്കിൽ 22, 23 വയസ്സ് വരെ. അതായത് ലൈഫിനെ 75 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25, 25, 25 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25, 25, 25 ഒന്ന് 3ആയിട്ട് കിട്ടും, അല്ലേ? അങ്ങനെ ലൈഫ് 75 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചാല് അതിന്റെ 1/3 എടുത്താൽ 25ാമത്തെ വയസ്സാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് അടുത്ത 25 വയസ്സ്, അടുത്തത് 3ാമത്തത്. ആദ്യത്തെ 25 വയസ്സിൽ 22 വയസ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യാണ്? എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ, പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക. ലൈഫിലെ ജീവിതത്തിന്റെ 1/3 ഭാഗം സമയവും നിങ്ങൾ എന്തിനു ചെലവഴിക്കുക? പഠനത്തിന് വേണ്ടി ചെലവഴിക്കുക. അപ്പം നിങ്ങൾ ആ സമയം നിങ്ങൾ ജോലി ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്കുള്ള വസ്ത്രം തരും, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്കുള്ള ഭക്ഷണം തരും. ഇന്ന് നിങ്ങളെ ഇവിടെ വണ്ടിക്കൂലി കൊടുത്ത് നിങ്ങളെ വിട്ടിരിക്കുന്നത് ആരാ? നിങ്ങളെ വീട്ടുകാർ. നിങ്ങൾക്കുള്ള എന്ത് ആവശ്യവും അവര് നോക്കും. പഠന ചെലവിനുള്ള കാര്യം വരെ അവര് മാക്സിമം ചെയ്യും, അല്ലേ? ചെയ്യും. പക്ഷേ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് നിങ്ങൾ അവസാനം എഴുതുന്ന എക്സാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷ നിങ്ങൾക്കൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, അല്ലെങ്കിൽ 7ാം ക്ലാസ്. ഓരോ ഇതിലും നിങ്ങൾക്ക് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? എത്ര പെർസെൻറ്റേജ് ആയിരിക്കും?
ചിലർക്ക് 60% മാർക്കാണ്, ചിലർക്ക് 70%, ചിലർക്ക് 80%, ചിലർക്ക് 90% എടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അതായത് ഈ പ്രൊഫഷൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി, അതായത് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സംഭവം, പഠിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന ഒരു പോർഷൻ, ഇത്രയും നിങ്ങൾ ഈ യൂണിറ്റിൽ പഠിക്കണം, ഈ 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കണം എന്ന് തന്നിരിക്കുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എത്ര അളവെന്നുള്ള പെർസെൻറ്റേജ് ആണ് മാർക്ക്. മനസ്സിലായോ? അതായത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 10 കുടം വെള്ളം എടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി പറയുകയാണ് 70% മാർക്കുള്ള കുട്ടിയെന്ന് വിചാരിച്ചോളൂ, പറയാണ് 7 കുടം എടുത്തിട്ട് പറയണം എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ആ കുട്ടി പറയാം 7 കുടം വെള്ളം എടുത്തിട്ട് പറയാ എന്നെ കൊണ്ട് 10 തയ്ക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് 7 പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ എത്ര ശതമാനം ക്ലിയർ ആയിട്ട് ചെയ്യുന്നു എന്നതിനാണ് നിങ്ങൾ അവസാനം പരീക്ഷിക്കുക. നിങ്ങൾ അതിനു വേണ്ടി എത്ര സമയം ചെലവഴിച്ചു, എത്ര ആരോഗ്യം ചെലവഴിച്ചു, എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് ഏതൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിലും അത് പഠിക്കാനായിട്ട് അതിന് വേണ്ട സമയം ചെലവഴിക്കേണ്ടി. 10 കുടം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന 10 കുടം വരത്തില്ലല്ലോ, പോയി എടുത്തുകൊണ്ട് വരണ്ടേ, അതിന് കുറെ സമയം ചെലവില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് വീട്ടിൽ ചെന്ന് അതിനെ കവർ ചെയ്ത് മനസ്സിലാക്കി അത് എന്താണ് അത് ദൈവ സൃഷ്ടിയിൽ വരുന്നതെന്ന് മനസ്സിലാക്കി അതിനെ എടുക്കാൻ നിങ്ങൾ ചെലവഴിക്കേണ്ട സമയം ചെലവഴിക്കാതെ വരുമ്പോൾ എന്തുണ്ടാവും? മാർക്ക് കുറയും അല്ലേ? അതാണ് പ്രൊഫഷൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജോലി എന്താ? 22-23 വയസ്സ് വരെ നിങ്ങളുടെ ജോലി എന്താ? പഠിക്കുക. അല്ല, വേറെ ഒരു ജോലി നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ എന്ത് ഭാരം തരുന്ന ഒന്നുമില്ല. നല്ല പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല പൊസിഷനിൽ വരിക. അവിടെ നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾക്കൊന്നിനും കുറവ് വയ്ക്കാതെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 60% അല്ലെങ്കിൽ 70% എന്തെങ്കിലും നമ്മുടെ ജീവിതം തന്നെ നമ്മൾ നശിപ്പിച്ച് മൊബൈൽ യൂസിലൂടെയോ അല്ലെങ്കിൽ ചാറ്റിങ്, മൊബൈൽ യൂസ്, അനാവശ്യ കാര്യങ്ങളിൽ ചെന്ന് നിങ്ങൾ പെട്ടിട്ട് അനാവശ്യ കാര്യങ്ങൾ, ഗെയിം കളിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ആരെ തന്നെ ബാധിക്കും? നിങ്ങളുടെ ഭാവി ബാധിക്കും. ഞാൻ പറയാം, ഞാൻ ഇതിൽ കണ്ടതുപോലെ 25 വയസ്സ് വരെയുള്ള എഡ്യൂക്കേഷനിൽ നിന്ന് വരുന്ന അറിവ് ജോലിയായി ലഭിച്ച് അവിടെ നിന്ന് വരുന്ന വരുമാനമാണ് 75 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ലൈഫിനെ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ പഠിക്കുന്നത് 22-23 വയസ്സ് വരെ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അവിടുന്ന് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചുണ്ടാകുന്ന തൊഴില്, അതിലുണ്ടാകുന്ന വരുമാനമാണ് നിങ്ങളുടെ ജീവിതമാർഗം. അത് മാത്രമല്ല, അപ്പനും അമ്മയും നിങ്ങൾക്കൊരു 25, 28, 30, 35 വയസ്സാകുമ്പം അപ്പനും അമ്മയ്ക്കും പ്രായം എത്രയായിരിക്കും? 55-60 വയസ്സൊക്കെ ആവും അല്ലേ? അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ട്, അതായത് സെക്കൻഡ് സ്റ്റേജ്, ബിൽഡിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ലെവറേജിങ് സ്റ്റേജ്, അതായത് അവർക്ക് 50 വയസ്സാകുമ്പോൾ പിന്നെ അവർക്ക് വലുതായിട്ട് ജോലി ചെയ്യാനൊന്നും ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയാണ്. ആ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ അവരെ താങ്ങേണ്ടത് ആരാണ്? നിങ്ങളാണ്. അവര് നിങ്ങളെ പുഷ് ചെയ്ത് 25 വർഷം നോക്കിയിട്ട് നിങ്ങൾ അവരെ തിരിച്ചു നോക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഫെയിൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും നിങ്ങൾ തൊലയ്ക്കും, നിങ്ങളുടെ കുടുംബവും അതോടുകൂടെ അതായത് നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചില്ല, അനാവശ്യമായിട്ട് സമയം ചെലവഴിച്ചു, നേരെ പോയി പരീക്ഷ എഴുതി, എല്ലാം ഇതായി പോയി, നല്ലൊരു പഠിത്തത്തിന് കിട്ടിയില്ല, നല്ല രീതിയിൽ പൊസിഷനിലാവാൻ പറ്റിയില്ല, തിരിച്ച് നിങ്ങൾ വരുന്നൊരു സാഹചര്യത്തിൽ വരുമ്പോൾ, തിരിച്ച് ഒന്നുമില്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കോ കൂലിപ്പണിയോ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ തിന്നു പോകാനേ പറ്റത്തുള്ളൂ അല്ലേ? എന്തെങ്കിലും വാങ്ങിച്ച് തിന്നു പോകാന്നല്ലാതെ അതിനപ്പുറം ഒരു നല്ല ലൈഫ് ഇല്ല. ഒരു പോളിടെക്നിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ സാലറി സ്കെയിൽ എത്ര ആയിരിക്കും? 8 to 10, 8,000 മുതൽ 10,000 വരെ. അപ്പൊ 8,000 രൂപ മാസ ശമ്പളം അല്ലെങ്കിൽ 10,000 രൂപ മാസ ശമ്പളം വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3,000 രൂപ വണ്ടിക്ക് വലിക്കും, 7,000 രൂപ വെച്ച് എന്ത് ചെയ്യും? 2 ജോഡി തുണി എടുക്കാൻ പറ്റും, ഇതിനിടയിൽ ഭക്ഷണം വാങ്ങണം, അത് വാങ്ങണം. അപ്പൊ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമുക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ലഭിച്ചിരിക്കുന്ന സമയം, നമ്മളെ മാതാപിതാക്കളെ നമ്മൾ പറ്റിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റയർ ലൈഫ് അനുഭവിക്കണം. നിങ്ങളും അനുഭവിക്കണം, നിങ്ങളുടെ പാരൻസും സഫർ ചെയ്യേണ്ട സിറ്റുവേഷനിൽ പോകും. അതുകൊണ്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യവും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താവും? നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക്
പോകാനായിട്ട് സാധിക്കും. അതാണ് കരിയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രിയേഷൻ, ഡേ ഓഫ് ക്രിയേഷൻ. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം. ഇതിനകത്തുള്ളതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഇതിനകത്തുള്ളതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇതിനപ്പുറമായിട്ടൊന്നും പഠിക്കാൻ ഇല്ല. നിങ്ങൾ എന്ത് പഠിച്ചാലും ഇതിനകത്തുള്ളത് പഠിക്കാൻ പറ്റില്ല. ദൈവം ക്രിയേറ്റ് ചെയ്ത് ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ അറിവ് തരുന്ന ആരാണ്? നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അറിവ്, നമുക്ക് നിങ്ങൾ സദൃശ്യവാക്യം പഠിക്കുമ്പോൾ അറിവ് തരുന്നത് ദൈവമാണ്. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം നമുക്ക് തരുന്നത് ആരാണ്? ദൈവമാണ് തരുന്നത്. ഇഫ് ജെയിംസ് യാക്കോബ് എഴുതിയ ലേഖനം 1:5, ഇഫ് എനി ഓഫ് യു ലാക്ക് വിസ്ഡം യു ഷുഡ് ആസ്ക് ഗോഡ് ഹു ഗിവ്സ് ജനറസ്ലി ടു ഓൾ വിതൗട്ട് ഫൈൻഡിങ് ഫോൾട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിക്കോ ജ്ഞാനത്തിനോ അറിവിനോ കുറവുണ്ടെങ്കിൽ ആരടുത്ത് ചോദിക്കുക? ദൈവത്തോട് ചോദിക്കുക. നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം, ഇൻസൈറ്റ്, 4 കാര്യം നിങ്ങൾക്ക് കിട്ടണം. നോളേജ്, അറിവ്, ഒന്നിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. വിസ്ഡം, ഒന്നിനെ നമ്മൾ എങ്ങനെ മറ്റൊരു ഇതാക്കണം എന്നുള്ള അറിവ്, അതിനെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, അതിനുള്ള ജ്ഞാനം, ദീർഘജ്ഞാനം. വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനുള്ള കഴിവ്. ഇൻസൈറ്റ്, അതിൻ്റെ അടിവേരോടുകൂടെ ഇതെന്താണ് ഈ പ്രശ്നത്തിൻ്റെ അതിൻ്റെ വേരോടുകൂടെ മനസ്സിലാക്കേണ്ട ദീർഘമായ ചില ആളുകൾ. ഈ 4 ദൈവത്തിൽ നിന്ന് വരുന്ന ഗിഫ്റ്റാണ്. ഇത് 4 ഒരാൾ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തന്നെ നേടാൻ പറ്റത്തുള്ളൂ. അത് ദൈവമായിട്ടുള്ള വചനത്തിൽ അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്നതാണ്. ഈ 4 ഒരുമിച്ച് വന്നാൽ ഒരു വ്യക്തിക്ക് നല്ലൊരു അറിവ് വരികയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതില്ലാത്തവർ ദൈവത്തോട് എന്ത് ചെയ്യാം? ചോദിക്കുക. അതായത് പള്ളിയെ വിട്ടിട്ട് ഞാൻ അതാ ഇതായി എന്ന് പള്ളിയെ വിട്ടിട്ട് ഓടാൻ നടന്നു കഴിഞ്ഞാൽ ഓടുന്നതോടുകൂടെ ഉള്ള അറിവോടെ നിൽക്കും എന്നുള്ളതാണ്. ദൈവം അധികമായിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വരത്തില്ല. നമുക്കറിയാം, ആവർത്തനത്തിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ഒരാൾ എല്ലാവർക്കും വരുന്നതാണ് ശാപം. അല്ലേ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും, ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നവർക്ക്, ശാഠ്യമോടെ ജീവിക്കുന്നവർക്ക് ശാപവും വരും. അതായത് ഒരു ക്രിസ്ത്യാനി ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ, ആ കുടുംബത്തിൽ വരുന്നതാണ് അനുഗ്രഹവും ശാപവും. അനുഗ്രഹം വരുമ്പം എന്തൊക്കെയാണ്? ബ്ലെസ്ഡ് ഇൻ ദ സിറ്റി ആൻഡ് കൺട്രി. നീ എവിടെ ഇരിക്കും അവിടെ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ഫെർട്ടൈൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാകും. പ്ലെന്റി ക്രോപ്പ്, നീ കൃഷി ചെയ്ത് നല്ല വിളവ് തരും. ഫെർട്ടൈൽ ലീവ് സ്റ്റോക്ക്, നിന്റെ മൃഗജാലങ്ങൾ നീ അത് പെരുകും. അബണ്ടന്റ് ഗ്രീൻ ആൻഡ് ഗ്രേറ്റ് ബ്ലെസ്സിംഗ് കമ്മിങ് ഇൻ ഗോയിങ് ഔട്ട് ഡിഫീറ്റഡ് എനിമീസ്. നിനക്ക് വരുന്ന ശത്രുക്കളെ തകർത്തുകളെ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗോഡ്സ് കോളിംഗ് ഫീൽഡ്. ബ്ലെസ്സിംഗ്, ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി. നിന്റെ വീട്ടിൽ സാമ്പത്തികം വരണമെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കണം. ആ കുടുംബത്തിൽ നിന്റെ ആരോഗ്യം നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എവറിത്തിങ് യു വോണ്ട് വിൽ ബി ബ്ലെസ്ഡ്. നീ എന്തൊക്കെ നിനക്ക് സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം വർദ്ധിച്ചു വരും. ശത്രുവിൽ നിന്ന് നിനക്ക് വിജയം ഉണ്ടാവും. ഇനി ശാപം വരുമ്പോൾ പ്രോസ്പെരിറ്റി, അതായത് സാമ്പത്തികമായി എന്താണോ നിനക്ക് ആവശ്യം അത് നിനക്ക് ഉണ്ടാവില്ല. അതായത് പ്രോസ്പെരിറ്റി, പോവർട്ടിയിലേക്ക് പോകും, ദാരിദ്ര്യത്തിലേക്ക് പോകും. ഡിസീസ് ആൻഡ് ഇൽനസ്, എപ്പോഴും വിട്ടുമാറാത്ത രോഗങ്ങൾ വീട്ടിൽ വരും കുഞ്ഞിന്. ഫസ്റ്റ് ക്രോപ്പ് ആൻഡ് ഫിനാൻസസ്, നീ കൃഷി ചെയ്യുന്നതെല്ലാം നശിച്ചു പോകും. ഇതാണ് ശാപത്തിന്റെ സിംറ്റംസ്. ഒപ്രസ്ഡ് ബൈ എനിമീസ്, അതായത് നീ പോകുന്നിടത്തെല്ലാം നീ തോറ്റ് മടങ്ങി വരേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇത് കരിയറിനെ ഞാൻ ഇത് കരിയറിൽ എടുക്കാൻ കാരണം? ഇത് കരിയറിനെ ബാധിക്കും. കാരണം നമ്മളുടെ നന്മ നമുക്ക് വരണമെങ്കിൽ ദൈവം അനുഗ്രഹിച്ചാലേ നന്മ വരും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നന്മ വരില്ല. അല്ലേ? അത് സത്യമാണ്. അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി വരുന്നത് എവിടെ കൂടെയാണ്? നമ്മുടെ കരിയറിലൂടെയാണ്. അല്ലേ? നമ്മുടെ അറിവില്, നമ്മുടെ ജ്ഞാനത്തില്, നമ്മളുടെ ഇടപാടുകളിൽ, നമ്മുടെ എല്ലാ മേഖലയിലും. അപ്പൊ ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി ഒരാൾ അനുഭവിക്കണമെങ്കിൽ അദ്ദേഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കണം എന്നുള്ളതാണ് സാരം. അപ്പൊ ശാപമുള്ളവർക്കാണ് കൂടുതൽ എപ്പോഴും അവർ പോവർട്ടി, ദാരിദ്ര്യത്തിലേക്ക് ചെന്ന് വീഴുന്നത്. അവരുടെ ഏതെങ്കിലും രീതിയിൽ അവരുടെ കുടുംബത്തിനകത്ത് ശാപം ഉണ്ടാകും. ശാപം എത്ര വർഷം നിലനിൽക്കും? 4 to 5 തലമുറ, ഏതാണ്ട് 400 വർഷത്തിൽ കുറയാതെ ശാപം. ഓരോ തലമുറ ജനിക്കുന്നവരെല്ലാം ശാപത്തിലായി അവർ എന്ത് ചെയ്താലും രക്ഷപ്പെടാതെ നല്ലൊരു സ്ഥിതിയിലേക്ക് പോകാതെ പോകുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കരിയറിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, ശാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കണം. ശാപത്തിൽ നിന്ന് വിടുതൽ തരുന്ന ആരാണ്? ക്രൈസ്റ്റ് ഹാസ് redeemed us from the curse of law. ശാപമെന്ന പ്രമാണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചതാണ് യേശു. അപ്പൊ അവിടെ വിശ്വസ്തതയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്
അനുഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതം പ്രോസ്പെരിറ്റിയിലും നല്ല രീതിയിലും നല്ലൊരു കരിയർ നമുക്ക് വരണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് കിട്ടിയിരിക്കണം. അത് ബേസിക് കാര്യമാണ് അല്ലേ? ഇനി നമ്മൾ നേരെ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ സ്റ്റേറ്റസിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്രൈമറി സെക്ടർ, അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് 2024 ജനുവരി ഫെബ്രുവരി മന്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇന്റർനാഷണൽ ഇന്ത്യയുടെ റേറ്റ് അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ചില കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രൈമറി സെക്ടർ, 3 സെക്ടർ ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇന്ന് കാണുന്ന GDP-യിൽ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ വരുമാനത്തിന്റെ GDP-യിൽ 3 സെക്ടറായിട്ട് തിരിച്ചാണ് ഇതിന്റെ GDP കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് അവർ അൺഎംപ്ലോയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, മൈൻ, ലൈഫ് സ്റ്റോക്ക്. അതായത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് 2022 സ്റ്റേറ്റസ് അനുസരിച്ച് 45% ലേബർ ഫോഴ്സ് കോൺട്രിബ്യൂട്ടിങ്. അതായത് 45% ആൾക്കാർ ജോലി ചെയ്തപ്പോൾ അവിടുന്ന് 150.8 GDP ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് അഗ്രികൾച്ചർ, ഫിഷറീസ്. അതായത് കൃഷി ചെയ്ത് കൃഷിയുടെ വിളവിൽ നിന്ന് ഉണ്ടായതിൽ നിന്ന് 45%, ഇന്ത്യയുടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് 45% ആൾക്കാരും കൃഷിയിലും ഫിഷറീസിലും മൈനിങ്ങിലും ഏർപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ ഇന്ത്യയുടെ വരുമാനം GDP 15.8% GDP ആണ് ഉണ്ടായത്. സെക്കൻഡറി സെക്ഷനായ ഇൻഡസ്ട്രീസ്, എഞ്ചിനീയറിംഗ് ജോബ്, അതുപോലെ മാനുഫാക്ചറിങ്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, ഇങ്ങനെ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ സെക്കൻഡറി സെക്ഷനിൽ 2022 25% ലേബർ ഫോഴ്സ് ജോലി ചെയ്തപ്പോൾ 31% GDP ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. 31% GDP. അതായത് ഇന്ത്യയുടെ വരുമാനം 7 ബില്യൺ ക്രോർ ആണെങ്കിൽ അതിൽ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? നിയർലി എത്ര വരും? നിയർലി 1 ക്രോറിനകത്തേ വരില്ലേ, 1 ബില്യനകത്തേ വരും, കുറച്ചേ വരത്തുള്ളൂ. അപ്പം അത്രയും വരുമാനം കൊടുക്കുന്ന, അതായത് പകുതിയോളം 700 ഇപ്പം ഒരു 100 കോടി പേരാണെങ്കിൽ, അല്ലെങ്കിൽ 150 കോടി 100 കോടി പേര് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 45 കോടി പേരോളം ജോലി ചെയ്തതിന് വന്ന വരുമാനമാണ് 15.8 കൃഷി മേഖലയിൽ. രണ്ടാമത് സെക്കൻഡറി സെക്ഷനായ ഇൻഡസ്ട്രിയിൽ 25% ആൾക്കാർ, അതായത് ജോലി ചെയ്തപ്പോൾ 31% GDP, അതിന്റെ ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടെർഷ്യറി സെക്ടറായ ടൂറിസം, ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഫിനാൻസ്, ബാങ്കിങ് മേഖലയിൽ 30% ആൾക്കാർ ജോലി ചെയ്തപ്പോൾ 53% GDP കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതായത് കൃഷിയിലേക്ക് പോകുന്നവര്, കൃഷി മൈനിങ് സെക്ടറിലേക്ക് പോകുന്നവര്, കൃഷി ആ മേഖലയിലേക്ക് പോകുന്നവര് ഇറക്കിയ പൈസ പോലും തിരിച്ചെന്ത് ചെയ്തിട്ടില്ല. അതായത് 5000 രൂപയ്ക്ക് ഒരു കൃഷിക്കാരൻ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വരുമാനം കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. കൃഷി ഫെയിലുവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അഗ്രികൾച്ചർ സെക്ടർ ഇന്ത്യയിൽ കംപ്ലീറ്റ് വെറും 15% GDP മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? എഞ്ചിനീയറിംഗ് സെക്ടർ നിയർലി 31% GDP കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ലേബർ ഫോഴ്സ് 30% ജോലി ചെയ്തപ്പോൾ ടെർഷ്യറി സെക്ടറിൽ 53%, അതായത് ട്രാൻസ്പോർട്ട്, ടൂറിസം, ഫിനാൻസ്, ബാങ്കിങ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞത്. തൊഴിൽ ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇന്നത്തെ സ്ഥിതിയിൽ ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ, അതായത് ഇന്ത്യൻ യൂത്ത് പോപ്പുലേഷനിൽ ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നതിൽ 83%, 83% എന്ത് ചെയ്തിട്ടില്ല, ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ 2023, അതായത് 2018 35% ഗ്രാജുവേറ്റ് ആൾക്കാർക്ക് ജോലി ലഭിച്ചിട്ടില്ല. 2020 65% ആൾക്കാർക്കും ജോലി ലഭിച്ചിട്ടില്ല. 2022 സ്റ്റേറ്റസ് അനുസരിച്ച് 2024 സ്റ്റേറ്റസ് അനുസരിച്ച് 83% ഓഫ് ഇന്ത്യൻ ഗ്രാജുവേറ്റ് നോട്ട് അക്വയറിംഗ് ജോബ് ആഫ്റ്റർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി എഡ്യൂക്കേഷനിൽ. അതായത്
സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ജോലി പഠിക്കും തോറും ജോലി കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്നത്തെ സ്ഥിതി. അതാണ് ഇന്നത്തെ ചാനലുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ബില്യൺ ജോലി ഓഫർ ചെയ്തിട്ട് അതായത് ഇന്നത്തെ സ്ഥിതി വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുക. 83% ഓഫ് നിങ്ങൾ പൽക്കി വാൻഡേജിന്റെ പൽക്കി ഉപാധ്യയുടെ 3 ദിവസത്തിന് മുമ്പുള്ള ന്യൂസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 83 അതായത് IIT മുംബൈയിൽ 36% കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ IIT ക്യാമ്പസിന് പറ്റിയിട്ടില്ല. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ JEE എഴുതി ഭയങ്കരമായിട്ട് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അവിടെ പഠിച്ച 36% കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയില്ല. അതിനർത്ഥം IIT ഇങ്ങനെ സഫർ ചെയ്യണമെങ്കിൽ താഴത്തെ കോളേജുകൾ ഇങ്ങനെ സഫർ ചെയ്യും. സോ ആഫ്റ്റർ പാൻഡമിക്, കോവിഡിന് ശേഷം ജോലിയുടെ സെക്ടർ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ജോലിയുടെ സെക്ടർ വളരെ വീക്ക്. ഇനി സെൻട്രൽ ഗവൺമെന്റ് ജോബ് 2014-15 2,32 ലക്ഷം പേര് സെൻട്രൽ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് 1,30,423 പേരാണ് സെലക്ട് ചെയ്തത്. 2015-16 2,95,000 പേര് അപ്ലൈ ചെയ്തതിൽ 1,11,803 പേർക്കാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടിയത്. അതങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ താഴെ വന്ന് 2018-19 നോക്കുമ്പോൾ 5,09,00,000 പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്ക് അപ്ലൈ ചെയ്തു. വെറും 38,100 പേർക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുള്ളൂ. 2020-21 1,78,00,000 പേര് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോബിന് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി. പക്ഷേ 78,555 പേർക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് ജോബ് കൊടുത്തുള്ളൂ. ഈ 2021-22 1,80,00,000 പേര് സെൻട്രൽ ഗവൺമെന്റ് ജോബിന് അപ്ലൈ ചെയ്തു, എക്സാം എഴുതി, പലവിധമായ സ്ഥലത്ത് പോയി എക്സാം എഴുതി. വെറും 38,500 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് വിശ്വസിച്ചായിരിക്കുന്ന ഗവൺമെന്റ് ജോലിയെ? ഗവൺമെന്റ് മേഖലകൾ പ്രൈവറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഗവൺമെന്റ് മേഖലയിലേക്ക് ജോലി എടുക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ചാർട്ട് നിങ്ങൾ നോക്കി നോക്കിയേ. വെറും ലാസ്റ്റ് 2021-22 38,500 പേർക്ക് മാത്രമേ ജോലി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ സെൻട്രൽ ഗവൺമെന്റിന്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, കുറച്ച് റേഷ്യോ മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനെ നമ്മൾ പ്രതിനിധീകരിച്ച് പോകും തോറും നമ്മൾ ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പോപ്പുലേഷൻ അനുസരിച്ച്, ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇന്ത്യയില് റൂറൽ ഏരിയയിൽ നിന്ന് 50% പോവർട്ടിയിലാണ്. അർബൺ ഏരിയ, സിറ്റി ഏരിയയിൽ നിന്ന് 10% ആൾക്കാർ പോവർട്ടിയിലാണ്, ദാരിദ്ര്യത്തിലാണ്. അതിൽ അവരുടെ ശരാശരി വരുമാനം 53,400 രൂപയാണ് ഒരു വർഷത്തെ വരുമാനം. അതായത് ഈ 60% ഇന്ത്യൻ പോപ്പുലേഷൻ റൂറലിൽ 50%, അർബണിൽ 10% ആൾക്കാരുടെ ശരാശരി മാസ വരുമാനം 4,700 രൂപ മാത്രമേ ഉള്ളൂ വീട്ടിൽ. 10% ആൾക്കാരുടെ സാലറി വരുമാനം 10%, ഉന്നതരുടെ ശരാശരി വരുമാനം നോക്കുമ്പം ഒരു വർഷം 11,66,000 രൂപ, അതായത് മിനിമം 1,00,000 രൂപ അവരുടെ വീട്ടിൽ ഇൻകം വരുന്നുണ്ട്. ഇടയിലുള്ള 30% ഇൻ ബിറ്റ്വീനാണ്. അതായത് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ അനവധി പ്രശ്നങ്ങൾ കരിയറിലുണ്ട്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകും തോറും കരിയർ മേഖലയിൽ അനേകം ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ അനേകം പേര് വിദേശത്ത് പോകുന്നത്? ഇവിടെ ജോലിയില്ല, വരുമാനം കുറവാണ്. ജോലി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് അൺഎംപ്ലോയ്മെന്റിൽ ഒരുപാട് സർവേ എടുക്കുമ്പോൾ അവർ പറയുക, ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് 5 രൂപ 6 രൂപ കിട്ടും, അല്ലെങ്കിൽ 8 രൂപ കിട്ടും, അതിനെക്കാളും ഞാൻ വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത് അല്ലേ? അപ്പം പ്രൈവറ്റ് സെക്ടറിൽ അനേകം പേര് ജോലിക്ക് പോകുന്നില്ല. കാരണം അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ, വളരെ കുറഞ്ഞ സാലറിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അനേകം പേര് വിദേശ രാജ്യത്തിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നത്. കാരണം ഫോർ ലിവിങ്, നല്ലൊരു ലൈഫിന് വേണ്ടി, നല്ല വരുമാനത്തിന് വേണ്ടി ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദേശത്തിന്റെ ക്ലാസ് കണക്ട് ചെയ്തത്? അപ്പം ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിനനുസരിച്ച് നമുക്ക് അറിവ് കിട്ടിയാലേ നമ്മുടെ മൂവ്മെന്റ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാമ്പത്തികമായിട്ടുള്ളവരനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ളവരനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിനെ എൻറ്റയർ പ്രോമിസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഇപ്പോൾ റീസെന്റ് 2 വീക്സിന് മുമ്പ് പറഞ്ഞത് സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം ഒന്നും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. എക്കണോമിക് ഡയറക്ടർ പറഞ്ഞത്, ഇന്ത്യ ഗവൺമെന്റിന്റെ എക്കണോമിക് ഡയറക്ടർ പറഞ്ഞതാ, ഈ ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ പ്രശ്നമേ അല്ല, അത് ജനങ്ങൾ നോക്കണമെന്നാ പറയണത്. ജനങ്ങൾ എങ്ങനെയാ നോക്കുന്നത്? ഗവൺമെന്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറുകിട ബിസിനസ്സുകൾ പൊളിഞ്ഞു പോവുക, വലിയ വലിയ ബിസിനസ്സുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതായത് നമ്മൾ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും 83%
പഠിക്കുന്നതോറും അത് ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ആ 3 സെക്ടറിനെ കേന്ദ്രീകരിച്ച് നോക്കിയാൽ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് പോകുമ്പോൾ അധികം അവിടെ പണിയില്ല, പണി കുറവാണ്, വരുമാനം കുറവാണ്. സെക്കൻഡറി സെക്ടർ വരുമ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ല രീതിയിലുള്ള പണി ഉണ്ട്. നിങ്ങൾ ഇന്ത്യൻ GDP, അതായത് ഇന്ത്യൻ എക്കോണമി ഭയങ്കരമായിട്ട് ബൂമായി. എന്തിനാ ബൂമായത്? പ്രൊഡക്ഷൻ, സെയിലും. അതായത് കമ്പനീസ് പ്രൊഡക്ഷനും സെയിലും എക്സ്പോർട്ടിലും മാത്രമാണ് ബൂമായത്. അപ്പം ആ സെക്ടറിൽ, അതായത് എഞ്ചിനീയർമാർക്ക് ജോലിയുണ്ട്, ഡിഗ്രി പഠിക്കുന്നവർക്ക് ജോലി കുറവ്. എഞ്ചിനീയർമാർ, ഇലക്ട്രിക് എഞ്ചിനീയേഴ്സിനും അതുപോലെ അതിനുശേഷമുള്ള BBA, BCom, ബിസിനസ് മാനേജ്മെന്റ്, കൊമേഴ്സ് മേഖല, ബാങ്കിങ് മേഖലയൊക്കെ നല്ല ബൂമിങ്. കൊമേഴ്സ് മേഖല, ഈ മേഖലയിൽ മാത്രമേ തൊഴിൽ കൂടുതലായിട്ട് പോകുന്നുള്ളൂ. മറ്റൊരു പരിഹാരത്തിന് വേണ്ടി ഇന്നലെ അവർ വിദഗ്ധനായ എക്കണോമിസ്റ്റ് സംസാരിക്കുന്നത് എന്താ? അതായത് സ്കിൽ ബേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കുന്നില്ല? എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അതായത് ബാങ്കിങ് മേഖലയിൽ ഇരിക്കേണ്ട കൊമേഴ്സുകാർക്ക് പകരം എഞ്ചിനീയർമാർ അവിടെ കയറിയിരിക്കും. താറുമാറായിട്ട് സ്കിൽ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആൾക്കാർ ഇരിക്കാതെ മാറി ഇരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്, ഇന്നത്തെ സെക്ടറിലുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കിൽ ബേസ് ചെയ്ത് ട്രെയിനിങ്. ഇനി എന്താണ് സ്കിൽ? ഇനി കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ടുകൾ മാറ്റി സ്കില്ലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അപ്പം നിങ്ങളൊരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നോ യുവർ സെൽഫ്. നിങ്ങൾ ആരെന്ന്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ സാമ്പത്തികം, എല്ലാ രീതിയിലും നിങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നോ യുവർ ഓപ്ഷൻ. നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയാണ്? സയൻസ് ഗ്രൂപ്പായ ഒരു കുട്ടിയുടെ ഓപ്ഷൻ എന്തൊക്കെയാണ്? ഒരു കൊമേഴ്സ് പഠിച്ച കുട്ടിയുടെ ഓപ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ടൈം റിസോഴ്സ്. നിങ്ങളുടെ മുന്നിൽ ഒരു ജോലിക്ക് പ്രവേശിക്കുന്ന മുമ്പ് നിങ്ങൾക്ക് പഠനത്തിന് ചെലവഴിക്കേണ്ട സമയം എത്രയാണ്? 6 വർഷം ചെലവഴിക്കാൻ പറ്റുമോ? 5 വർഷം ചെലവഴിക്കാൻ പറ്റുമോ? 4 വർഷം ചെലവഴിക്കാൻ പറ്റുമോ? എത്ര സമയം കൊണ്ടാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടനുസരിച്ച് എനിക്കൊരു തൊഴിലിൽ പ്രവേശിച്ച് എൻ്റെ വീടിനെ സംരക്ഷിച്ച് നോക്കേണ്ടത്? മണി റിസോഴ്സ്. ഞാൻ സെലക്ട് ചെയ്ത കോഴ്സിൻ്റെ വരുമാനം എത്രയായിരിക്കണം? എത്ര വരുമാനമുള്ള കോഴ്സാണ് എത്ര വരുമാനം ലഭിക്കുന്ന കോഴ്സാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? അതിനു വേണ്ടി ചിലവാകുന്ന എൻ്റെ മണി എത്രയാണ്? അതായത് ഞാൻ ആ കോഴ്സ് പഠിക്കാൻ എനിക്ക് എത്ര രൂപ ചിലവാകും? മണി റിസോഴ്സ്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്. പിന്നെ പ്ലേസ്മെന്റ്, നമുക്ക് ജോലി കിട്ടുമില്ല. ഇത്രയും കാര്യം ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് നോ യുവർ സെൽഫ്, നോ യുവർ ഓപ്ഷൻ. നിങ്ങൾക്കുള്ള മുമ്പിലുള്ള കോഴ്സുകൾ, ടൈം റിസോഴ്സ്, നിങ്ങൾക്ക് എത്ര സമയം എത്ര സമയമുള്ള കോഴ്സാണ്? 5 വർഷമാണോ, 6 വർഷമാണോ, 4 വർഷമാണോ, 3 വർഷമാണോ? അതിന് വേണ്ടുന്നുള്ള സാമ്പത്തികം എത്ര വേണം അത് പഠിക്കാനായിട്ട്? അതിൻ്റെ ജോലിയിലെ തൊഴിലവസരങ്ങൾ എങ്ങനെയാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇത് ഒരു കൗൺസിൽ, അതായത് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയ നമ്മൾ ബേസ് ചെയ്തിട്ട് വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിരുചി എന്ന് പറയും. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ എല്ലാവരും ചായ ഉണ്ടാക്കും. കുറച്ച് പാല്, കുറച്ച് തേയില, കുറച്ച് പഞ്ചസാര ഇടുമ്പോൾ ചായ അല്ലേ തിളപ്പിച്ചെടുക്കും. പക്ഷെ ചിലരിടുമ്പോൾ പാലൊഴിച്ച് പഞ്ചസാര ഇട്ട്, തേയില ഇട്ടിട്ട്, കുറച്ച് ഏലക്കൊക്കെ ഇട്ട്, അങ്ങനെ സ്പൈസി ആയിട്ടൊക്കെ കുറച്ച് ചെയ്യുന്നവരുണ്ട് അല്ലേ, കുറച്ച് ടേസ്റ്റി ആയിട്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന കോഴ്സ് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ട് അതിൽ നിന്നൊരു ഔട്ട്കം കൊടുക്കണം എന്ന് വിചാരിച്ച് പഠിക്കുന്നതിനെയാണ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ളവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നാണ് അർത്ഥം. എക്സ്പെക്ടേഷൻ ഫ്രം ലൈഫ്. ജീവിതത്തിലെ പ്രതീക്ഷകൾ. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു വസ്ത്രം, നല്ല വീട്, വണ്ടി, അത് നല്ല മാസം, നല്ല വരുമാനം, ഇങ്ങനെയൊക്കെ ആഗ്രഹം, ഒരുപാട് പ്രതീക്ഷകളുണ്ട് ലൈഫിനെ പറ്റി. പക്ഷെ പ്രതീക്ഷ ഭയങ്കരമായിട്ട് വെച്ചിട്ട് ഒരു പോളിടെക്നിക് കയറി പഠിച്ചാൽ മതിയോ? അല്ലേ? പ്രതീക്ഷ ഭയങ്കരമായിട്ട് വെച്ചിട്ട് ഡിപ്ലോമ പഠിച്ചാൽ മതിയോ? പ്രതീക്ഷ അങ്ങിരിക്കും, വരുമാനം ഇവിടെ ഇരിക്കും. രണ്ടുമായിട്ടൊരു ബന്ധമില്ല. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കരിയർ ഫെയിലിയറിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അക്കാഡമിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്ത് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള സബ്ജക്റ്റ് ബേസ് ചെയ്താണ് കരിയർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഞാൻ ലേറ്റസ്റ്റ് പറയാം. ടാലൻറ്റ്. നിങ്ങൾ ഏതിലാണോ ടാലൻ്റ് ആയിരിക്കുന്നത്, ആ നിങ്ങളുടെ ടാലൻറ്റ് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കരിയർ എടുക്കാൻ. സ്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്താണോ ആ കഴിവ് ബേസ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. വാല്യൂ, പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വേണം നിങ്ങളൊരു കരിയർ സെലക്ട് ചെയ്യാൻ. വാല്യൂസ്, ബിലീഫ്സ്, നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനത്തിൽ വേണം കോഴ്സ് തിരഞ്ഞെടുക്കുക. അതായത് ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തിരഞ്ഞെടുത്ത കോഴ്സ് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ വാല്യൂസ്, ബിലീഫ്, വിശ്വാസം എല്ലാം അടിസ്ഥാനം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അത് പിന്നെ നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സ്കിൽസിനെയും
അക്കാഡമിക് പെർഫോമൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ഇതായിട്ട് കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു കുട്ടി, നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി പ്ലസ് ടു. പക്ഷെ നിനക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയത് ഏതിനാണ്? എന്ന് പറഞ്ഞാൽ മാർക്ക് പറയേണ്ട, ഏത് സബ്ജക്റ്റിനാണ്? അടുത്ത് അത് കഴിഞ്ഞാൽ മലയാളം, അത് കഴിഞ്ഞാൽ കെമിസ്ട്രി. ഈ കുട്ടിയുടെ സ്വഭാവം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് സോഫ്റ്റ് സ്കിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ കുട്ടി സത്യം പറഞ്ഞാൽ നല്ലൊരു പാവം, സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ, മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളൊരു കുട്ടിയാണ് അല്ലേ? ഒന്ന്. രണ്ടാമത്, ഈ കുട്ടി അത്യാവശ്യം സംസാരിക്കും, നല്ല ഒരു ഫ്രണ്ട്ലി റിലേഷൻ വെച്ചിരിക്കും എല്ലാവരുമായിട്ട്. മൂന്നാമത്, ചില സമയം ക്ഷമാശീലം കുറവാണ്, വായനാശീലമൊക്കെ കുറവാണ്, കുറച്ച് ക്ഷമിച്ചിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ചിലതൊക്കെ പെട്ടെന്ന് കിട്ടും. ഈ 3 കാര്യവും കറക്റ്റ് അല്ലേ? അല്ലേ? ഇതെങ്ങനെ പറഞ്ഞാൽ വെറും സബ്ജക്റ്റ് മാർക്ക്, സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച സബ്ജക്റ്റ് വെച്ച് അവരുടെ കംപ്ലീറ്റ് സ്വഭാവം നമുക്ക് പറയാം. ഇതാണ് ഇനി ഞാൻ സോഫ്റ്റ് സ്കില്ലിനെ കണക്ട് ചെയ്യാം. ഈ കുട്ടിയുടെ കരിയർ മേഖലയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുട്ടിയുടെ ഫസ്റ്റ് ക്യാരക്ടർ സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ, മറ്റുള്ളവരെ സഹായിക്കാൻ മനോഭാവമുള്ള കുട്ടി ആയതുകൊണ്ട് പ്രശ്നത്തിലിരിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അതായത് ഈ കുട്ടിയുടെ കരിയർ മേഖല കണക്ട് ചെയ്യുന്നത് മെഡിക്കലാണ്. ഒരാൾ വയറുവേദനയോ അല്ലെങ്കിൽ പനിയായിട്ടോ അസ്വസ്ഥതയായിട്ടോ ഭയങ്കരമായിട്ട് വയ്യാതെ വന്നാൽ ഈ കുട്ടിയുടെ സോഫ്റ്റ് സ്കില്ലിരിക്കുന്ന സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ട് ആ കുട്ടി ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയി, സ്കൂളിൽ പോയി പഠിച്ച് കിട്ടുന്ന അറിവ്. ഇപ്പം ഈ കുട്ടി ഇപ്പം MBBS ആണ് പഠിച്ചെന്ന് വിചാരിച്ചോളൂ. MBBS പഠിച്ച ഈ കുട്ടിക്ക് ചികിത്സിക്കാതെ വന്നിരിക്കുന്ന ആൾക്ക് ഒട്ടും വയ്യ, ഭയങ്കര വയറുവേദനയാണ്. അപ്പം അയ്യോ എന്ന് വിളിക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സുഖമാക്കി തരണം. അപ്പം മനസ്താപം ഉണ്ട്, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അപ്പം ഈ കുട്ടി ഡോക്ടറാണ്, പെട്ടെന്ന് എടുക്ക്, പെയിൻ കില്ലർ ഇഞ്ചക്ട് ചെയ്യും, പെട്ടെന്ന് അവർ ബ്ലഡ് എടുക്ക്, പരിശോധിക്കുക, എന്താ പ്രോബ്ലം നോക്ക്, ഇന്നലെ എന്താ കഴിച്ചെന്ന് നോക്ക്, പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പെയിൻ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും, വേദന ഇല്ലാതാക്കുന്നു. അപ്പോൾ ആദ്യത്തെ പരിഹാരം വരുന്നു, ഫർദറായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നു. രണ്ടാമത്തെ ഈ കുട്ടിയുടെ സ്വഭാവം സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. മറ്റുള്ളവരുമായിട്ട് നന്നായി സംസാരിച്ച് ബന്ധങ്ങൾ പുലർത്തുന്ന കുട്ടിയായതുകൊണ്ട് ബിസിനസ് സ്കില്ല് ഈ കുട്ടിക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ബന്ധത്തിൽ റെഡി, എനിക്കൊരു സാധനമുണ്ട്, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഇതാണ് ഒരു സാധനം, നീ ഒന്ന് വാങ്ങടി, നല്ല സാധനം, അടിപൊളിയാ എന്ന് പറഞ്ഞ് മറ്റ് എല്ലാവരും വിൽക്കുന്നതിനെക്കാളും കൂടുതലായിട്ട് വിൽക്കാനുള്ള ബന്ധങ്ങളും ഫ്രണ്ട്സും ഈ കുട്ടിക്ക് കൂടുതലുണ്ട്. അപ്പൊ ബിസിനസ് സ്കില്ല് ഈ കുട്ടിക്ക് ഉണ്ട്. മെഡിക്കൽ മേഖല ഈ കുട്ടിക്ക് പോവാം, ബിസിനസ് മേഖല പോവാം. പിന്നെ ക്ഷമശീലം കുറവായത് കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ല. അതായത് ഒരു ക്ഷമാശീലം കുറവാണ്, വായന കുറച്ച് കൂടുതൽ വായിച്ചിരിക്കുക, ക്ഷമിച്ചിരിക്കുക, എല്ലാം പെട്ടെന്ന് കിട്ടണം. അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ ഈ കുട്ടിക്ക് പോയി. ഇന്ന് ജോലി ചെയ്തിട്ട് അടുത്ത വർഷം കിട്ടുന്ന കാര്യത്തിനൊന്നും 1 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഈ കുട്ടി പോകില്ല. ഇന്ന് ജോലി ചെയ്താൽ നാളെ പൈസ കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ ഈ കുട്ടി ഇടപെടുകയുള്ളൂ. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ഈ കുട്ടി പോവുകയാണെങ്കിൽ, ഇനി ഇതിനെ ഞാൻ കരിയറിൽ കണക്ട് ചെയ്തുതരാം. ഈ കുട്ടി പഠിച്ചത് MBBS എന്ന് വിചാരിച്ചു. അപ്പം ഒരു രോഗി വരെയാണ്, ആ രോഗിയെ ചികിത്സിക്കും. അപ്പോൾ ഈ കുട്ടി 5 മണിക്ക് ബാഗ് എടുത്തുകൊണ്ട് പോകാൻ സമയമായി. ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരിക. ഈ കുട്ടി എന്ത് ചെയ്യും? ആ ബാഗ് അവിടെ ഇട്ടിട്ട് ഓടിച്ചെന്ന് ചികിത്സിച്ചിട്ട് 6:30 ആയാലും കുഴപ്പമില്ല, പോകും. മനസ്സിനൊരു ടെൻഷനോ വിഷമമോ തോന്നില്ല. പക്ഷേ മറ്റൊരു കുട്ടിയാണെങ്കിൽ, അങ്ങനെ വേറെ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ, ഇപ്പൊ ബാങ്കിങ് മേഖല സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അധികം സംസാരിക്കാത്ത കുട്ടിയായിരിക്കും, അധികം ആരോട് സംസാരിക്കാതെ എപ്പോഴും ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് ബാങ്കിങ് മേഖല. അവരിയ്ക്കുമ്പം അവരെ കൊണ്ട് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്ന് അത്രയും ഒരു സിമ്പതറ്റിക്കൽ, എമ്പതറ്റിക്കൽ മൈൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവം അവർക്കില്ല. ഓരോരുത്തരും വ്യത്യസ്തമായ സ്കിൽ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തർ എന്ത് ചെയ്തിരിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും ഒരു സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ആ സ്കില്ലിനെ അവർ വരുമാനമാക്കി എടുക്കേണ്ടത് അവരുടേതാണ്. അപ്പോൾ നമ്മൾ ആ സ്കിൽ ബേസ് ചെയ്ത് നമ്മൾ +2, +1, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സെലക്ട് ചെയ്ത് അവിടെ നിന്ന് പിന്നെ കോളേജിലെ കോഴ്സ് സെലക്ട് ചെയ്ത് ഈ സ്കിൽ ബേസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സമാധാനത്തോടെയും സന്തോഷത്തോടെയും. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടറാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ അനേകം എത്ര പേര് നമുക്ക് ചികിത്സിച്ചാലും നമ്മുടെ ഉള്ളിലെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ?
സന്തോഷമേ ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോ നന്ന സംസാരിക്കുന്ന ഒരു കുട്ടി, നല്ല സംസാരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാം കണക്ക് നോക്കണം, ഇടപാട് നടക്കണം, ഓഡിറ്റ് നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. ഈ സംസാരിക്കാൻ കഴിയാത്ത ഡിപ്രഷൻ എന്ത് ചെയ്യും? കൊണ്ട് ആരും സംസാരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും വട്ട് പിടിച്ച് ഇവിടെ കയറിയിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? അതാണ് മിസ്മാച്ച് കരിയർ. ഇന്ത്യയിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നം, ഏത് വ്യക്തിയാണോ ആ കരിയറിൽ ഇരിക്കേണ്ടത് അവർ കയറി അപ്പുറത്തിരിക്കും, അപ്പുറത്തുള്ളവർ കയറി ഇപ്പുറത്തിരിക്കും. ഇതാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ മാറി മാറി സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്ത് ഇവിടെ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. ഒരു കുട്ടി ചുമ്മാ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചത് എന്താ അടുത്ത പ്രശ്നത്തിൽ ഏതാ എടുക്കാൻ പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞ അഗ്രികൾച്ചർ സെക്ടറാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ BSc അഗ്രികൾച്ചറാണ് എടുക്കാൻ പോകുന്നത്, VHSC അഗ്രികൾച്ചർ എടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു VHSC അഗ്രികൾച്ചർ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് എങ്ങനെ പോകും? കാരണം അഗ്രികൾച്ചർ സെക്ടറിൽ നീ ഇനി അടുത്ത് പഠിക്കേണ്ടത് BSc അഗ്രികൾച്ചറാണ്. BSc അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് നിനക്ക് എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ്, നിന്റെ മാർക്ക് അനുസരിച്ച്. കുറച്ച് കോളേജിലേ ഉള്ളൂ. അപ്പൊ നീ അടുത്ത് പോകുന്ന മേഖല നിനക്ക് VHSC അഗ്രികൾച്ചർ പഠിച്ചാൽ പിന്നെ അതിന് മാത്രമേ കൂടുതൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യം ഇരിക്കുമ്പോൾ നിനക്ക് പിന്നെ 14 ലക്ഷം രൂപയോളം ചിലവാകും BSc അഗ്രികൾച്ചർ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ. ഇത് 14 ലക്ഷം രൂപ ചിലവാക്കി പഠിച്ചിട്ട് നീ ജോലിക്ക് പോകുമ്പോൾ അവിടെ അവിടെയും ഗവൺമെന്റ് സെക്ടറിലെ ജോബുള്ളൂ. ഗവൺമെന്റ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടില് കടം നോക്കിയിരിക്കേണ്ടി വരുന്നതാണ്. അപ്പം നീ ആ സെക്ടർ നിനക്ക്, അത് അഗ്രികൾച്ചർ സെക്ടറിൽ നിനക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? എങ്ങനെ പിടിച്ചു നിൽക്കും? സാമ്പത്തികമുള്ളവർക്ക് കൃഷി ചെയ്യാം, ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യേണ്ടി വരും. ഗവൺമെന്റ് സെക്ടർ ജോലി കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ വല്ല കടയിൽ നടത്തുന്ന, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് ഒരു 5 ഏക്കർ എടുത്ത് വല്ല കൃഷി ചെയ്യേണ്ടി വരും, അല്ലേ? വേറെ എന്താ പറ്റുക? ഇന്നത്തെ ഇന്ത്യയുടെ സ്റ്റേറ്റസ് അനുസരിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവ് കുറവാ, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ആ സെക്ടർ ഫെയിലൂർ. അപ്പം ഞാൻ പറഞ്ഞത് നീ അങ്ങനെ ചെയ്യാതെ അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് നിനക്ക് +2 സയൻസ് എടുത്താൽ നിനക്ക് അഗ്രികൾച്ചറിൽ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് മെഡിക്കലിൽ പോകും. അപ്പം ഞാൻ ചോദിച്ചു നിന്റെ സ്കില്ല് ഏതാ? അപ്പം അവൻ പറഞ്ഞു, ഞാൻ അവിടെ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ എന്തുകൊണ്ടാണ് നീ തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം, ഞാൻ നല്ല ചെടികളെയൊക്കെ വളർത്തി വലുതാക്കും. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ചെടികളെ വളർത്തി, അപ്പോൾ അതിനെ വളർത്തിയെടുക്കുന്നത് കാര്യം ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ ചെടികളെ വളർത്തി വലുതാക്കുന്നത് നിനക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ നീ മൃഗത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നീ മൃഗമൊക്കെ വളർത്തുമല്ലോ, അപ്പൊ മൃഗം വളർത്താൻ ഇഷ്ടമില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ സമ്മതിക്കാത്തത് കൊണ്ടാണ്, എനിക്ക് വളരെ പ്രാവും അതൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പറഞ്ഞു, അങ്ങനെ നീ മൃഗത്തെ സ്നേഹിക്കുന്നെങ്കിൽ നീ മനുഷ്യനെ സ്നേഹിക്കുമല്ലോ, ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും നീ സ്നേഹിക്കുമല്ലോ, മൂവബിൾ തിങ്സിനെ എല്ലാത്തിനെയും നീ സ്നേഹിക്കും. അപ്പം അങ്ങനെ പറഞ്ഞു, അത് ശരിയാണ്, എനിക്ക് മൃഗങ്ങളോട് സ്നേഹം കൊണ്ട് എല്ലാത്തിനും സ്നേഹം. അങ്ങനെയെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് മെഡിക്കൽ കരിയറിലേക്ക് തിരിഞ്ഞുണ്ട്? അതാവുമ്പോൾ 4-5 ലക്ഷം രൂപയ്ക്ക് നിനക്ക് പഠിച്ചിട്ട് ഏതെങ്കിലും ജോലി കയറി 10-30-40,000 ശമ്പളം വാങ്ങാമല്ലോ. അപ്പൊ കൃഷിയല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് മോശം. സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്കൊരു എന്റർപ്രീനറായി ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സാഹചര്യം വീട്ടിലില്ല, സാമ്പത്തികം ഇല്ല. അപ്പൊ നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഈ മേഖലയിലേക്ക് പോകുക. അപ്പൊ അവിടെ ഒരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് കറക്റ്റാ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ആരും ഗൈഡൻസ് കൊടുക്കാനില്ല, എന്ത് ചെയ്യും? VHSC അഗ്രികൾച്ചർ എടുക്കും, അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ സെക്ടറിൽ ഒരിടത്തും ഇത് കിട്ടില്ല, വല്ല പോളിടെക്നിക് കയറി പഠിച്ച് അവസാനം കട നോക്കി വീട്ടിൽ ഇരിക്കും. ഇതാണ് അവൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനെ മാറ്റി ഇങ്ങനെ ഒരു ഐഡിയ കൊടുക്കാനായിട്ട് ഒരു കൗൺസിലറിന് പറ്റും. അതുകൊണ്ടാണ് പലർക്കും അറിവില്ലാതെയാണ് ചെന്നെന്ത് ചെയ്യുന്നത്, കുഴിയിൽ വീഴുന്നത്. ഇന്ന് അനേകം പേര് ഇവിടെ വിളിച്ചു, പാസ്റ്റർമാരെ അനേകം പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തതിലും 10-20-30 പേരോളം കാണാനില്ല. എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്? ഇത്രയും എക്സ്പെൻസ്, നിയർലി 50,000 എക്സ്പെൻസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആക്കി തരുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ലൈഫ് പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു രീതിയിൽ വരാനാണ്, അല്ലേ? അതിന് സമയമില്ലാതെ എന്താ ചെയ്യുക, അല്ലേ? ഞാൻ എൻ്റെ കണക്കിൽ ഞാൻ പറയും, എന്തായാലും ഞാൻ 2 ചാർട്ട് കാണിച്ചു തന്നു, അനുഗ്രഹമുള്ളവരും ശാപമുള്ളവരും. ശാപമുള്ളവർ എപ്പോഴും പോവർട്ടിയിൽ കിടക്കത്തുള്ളൂ, അല്ലേ? ശാപമുള്ളവർ എപ്പോഴും ദാരിദ്ര്യത്തിൽ കിടക്കില്ല, ഒരിക്കലും വിളങ്ങില്ല, അവൻ്റെ വീടും വിളങ്ങില്ല, അവനും വിളങ്ങില്ല, അവൻ്റെ കുടുംബവും വിളങ്ങില്ല, അല്ലേ? അപ്പൊ 400 വർഷം ദൈവം ശാപം ഇട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാ ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? അങ്ങനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ, കേട്ടോ? അപ്പം ശരി, നമ്മൾ മനസ്സിലായി നമ്മുടെ ലൈഫ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞില്ല, കരിയർ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് വേണം കരിയറിലേക്ക് പോകാൻ. നമ്മുടെ സ്കിൽ $1 ബില്യൺ അവർ ഓഫർ ചെയ്യുന്നു. ഇപ്പൊ തന്നെ നിയർലി 25 ഉണ്ട്, അല്ലേ? അപ്പം ആ രാജ്യം, തമിഴ്നാട് എന്ന രാജ്യം കമ്പ്യൂട്ടർ ഫ്രീ ആയിട്ട് കൊടുത്ത്, സൈക്കിൾ ഫ്രീ ആയിട്ട് കൊടുത്ത്, എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുത്ത് തൻ്റെ തലമുറകളെ വളർത്തിയെടുത്തതുപോലെ ഒരു ഡയോസിസ് സഭയിൽ തങ്ങളുടെ
സഭയിലെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് അവർക്കൊരു കരിയർ ബോധം വേണ്ടേ? അതാണ് കരിയർ ക്ലാസ്. ഓക്കെ, സോ നമ്മളിനി കരിയർ ഗൈഡൻസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അഗ്രികൾച്ചർ സെക്ടർ, ഡിഗ്രി, സത്യം പറഞ്ഞാൽ ഡിഗ്രി ബേസ് ചെയ്ത് പോകുന്ന എല്ലാ കരിയറും വളരെ വീക്കാണ്. ഇപ്പോഴത്തെ സെക്ടറിൽ വളരെ വീക്കാണ് ഡിഗ്രി ബേസ് ചെയ്ത് പോകുന്നത്. കൂടുതലും എഞ്ചിനീയറിംഗ്, ടെക്നോളജിക്കൽ കോഴ്സ്, ബാങ്കിങ് മേഖല, ലോജിസ്റ്റിക് മേഖല, ഇങ്ങനെയുള്ള മേഖലയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള മേഖലകൾ മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ, ലീഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങളത് GDP തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് അല്ലേ? GDP. കാരണം നിങ്ങൾ മെഡിക്കൽ മേഖല എപ്പോഴും താഴെ വരില്ല. കാരണം ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒട്ടുമുക്കാൽ പേരും രോഗത്തിന്റെ അടിമത്തത്തിലാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞ് കവിയുന്നുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ മേഖല, MBBS, നഴ്സിംഗ്, അലൈഡ് പാരാമെഡിക്കൽ PPT, അലൈഡ് പാരാമെഡിക്കലായ കാർഡിയോളജി, ഡയാലിസിസ് ടെക്നോളജി, അനസ്തേഷ്യ, ഈ മേഖലകളെല്ലാം ഫസ്റ്റ് മേഖലയായിട്ട് നിയർലി നിങ്ങൾക്ക് 25,000 രൂപയിൽ കുറയാതെ ശമ്പളം തരുന്ന, ജോലി ഉറപ്പ് കിട്ടുന്ന മേഖല മെഡിക്കൽ മേഖല. ഫസ്റ്റ് ട്രെൻഡ് നോക്കി പോകരുത്. ഞാൻ പറഞ്ഞില്ല, സ്കില്ല് ബേസ് ചെയ്തേ പോകാം. ട്രെൻഡ് നോക്കി പോകരുത്. കാരണം സോഫ്റ്റ് സ്കില്ല്, സിമ്പത്തറ്റിക്കൽ എംപത്തറ്റിക് സ്കില്ല് ഇല്ലാത്ത ഒരാൾ ഇവിടെ പോകരുത്. പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഡിപ്രഷനാണ്. രണ്ടാമത്തെ മേഖല, ഏറ്റവും ബൂമിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മേഖല എഞ്ചിനീയറിംഗ് സെക്ടർ. എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുക, അതുകൊണ്ട് എങ്ങനെ കോമണാണ് പറഞ്ഞു പോകുന്നത്. ഇതിന് ശേഷം ഡൗട്ട്, നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഞാനും ഉണ്ടാവും, സാറും ഉണ്ടാവും. ഒരു അരമണിക്കൂർ കൂടുതൽ നിങ്ങളോട് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന അത് ക്ലിയർ ചെയ്യാം. ഇപ്പം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു പോകാം. എഞ്ചിനീയറിംഗ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലേറ്റസ്റ്റ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ്, IT ഡിപ്പാർട്ട്മെന്റ് എന്നീ മേഖലകൾക്ക്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ, IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ മേഖലകൾക്ക് സെക്കൻഡ് ബൂമിംഗ് തൊഴിലുമുണ്ട്, വരുമാനമുണ്ട്. മനസ്സിലായോ? ഇൻഡസ്ട്രിയെ ബേസ് ചെയ്ത് വരുന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കെല്ലാം രണ്ടാമത്തെ പൊസിഷനിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോഴ്സായ മാനേജ്മെന്റ് കോഴ്സുകളിൽ ബാങ്കിങ് മേഖലയായിട്ടുള്ള, അതായത് മാനേജ്മെന്റ് കോഴ്സിൽ ഇപ്പൊ BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA മൈക്രോസോഫ്റ്റ് AI, BCA സൈബർ സെക്യൂരിറ്റി, അതുപോലെ BCom ACCA, BCom ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അതായത് നിങ്ങൾ സാധാ BCom അല്ല, BComന്റെ അഡ്വാൻസ്. അത് ഇവിടെ നിങ്ങൾക്ക് കൂടുതലില്ല. ബാംഗ്ലൂർ, മംഗലാപുരം, കോയമ്പത്തൂർ, ചെന്നൈ എന്നീ മേഖലയിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട്. തോവാളയ്ക്കപ്പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ജോയ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. അങ്ങനെയുള്ള ചില സൂപ്പർ പുതിയ ലേറ്റസ്റ്റ് കോഴ്സുകൾ, അപ്ഡേറ്റഡ് കോഴ്സുകളായ BCom ലോജിസ്റ്റിക്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഏവിയേഷൻ മാനേജ്മെന്റ്, അതുപോലുള്ള കോഴ്സുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിയർലി കുറച്ച് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫസ്റ്റ് മെഡിക്കൽ, സെക്കൻഡ്, അതായത് പ്രൈവറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഗവൺമെന്റ് സെക്ടർ, IAS, കമ്മീഷൻ ഓഫീസേഴ്സ് എല്ലാം വേറെ. സെക്കൻഡ് എഞ്ചിനീയറിംഗ് മേഖല, തേർഡ് മാനേജ്മെന്റ് കോഴ്സുകളിൽ വരുന്ന ഈ കോഴ്സുകൾ. അത് കഴിഞ്ഞാൽ ആർട്സ് സയൻസിൽ ഒരുപാട് വീക്കാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജി കോഴ്സിൽ വൊക്കേഷണൽ ഫുഡ് ടെക്നോളജി എന്നുള്ള കോഴ്സ് വളരെ ബൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം എല്ലാം പാഴ്സൽ ഫുഡുകളാണ് കൂടുതൽ, അല്ലേ? ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാഴ്സൽ ഫുഡ്. ഈ പാഴ്സൽ ഫുഡുകളുടെ പ്രിസർവേറ്റീവ്സ് അത് എത്ര നാൾ ലോസ് ചെയ്യും, അതിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എല്ലാം ഫുഡ് ടെക്നോളജിസ്റ്റാണ്. ബിടെക് ഫുഡ് ടെക്നോളജി ഉണ്ട്, അത് മെഷീൻസ് ക്രിയേഷൻ ആണ്. ശരിക്കും ഫുഡ് അനലൈസ് ചെയ്ത് അതിനെ സിന്തറ്റിക് ചെയ്ത് അതിനെ ഇത് ചെയ്യുന്നതെല്ലാം ഫുഡ് ടെക്നോളജിയിൽ വൊക്കേഷണൽ ബാച്ചിലർ ഡിഗ്രി ഫുഡ് ടെക്നോളജിസ്റ്റുമാരുണ്ട്, 3 ഇയർ ഡിഗ്രി ഫുഡ് ടെക്നോളജിസ്റ്റുമാരുണ്ട്. അത് ബാംഗ്ലൂരിലെ പത്മശ്രീ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്, അല്ലാതെ ഇവിടെ എറണാകുളത്ത് 2 കോളേജുകളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കോളേജിൽ മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളൂ അഫിലിയേഷന്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോഴ്സുകൾ കുറച്ച് മാത്രമേ കോളേജിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ കോഴ്സിനൊക്കെ പഠിക്കാനായിട്ട് നിയർലി 4 to 5 lakh എക്സ്പെൻസ് നമുക്ക് വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇപ്പോഴും ഇന്ത്യയിൽ ഇരിക്കുന്ന സ്ഥിതി, നമ്മൾ കുറച്ച് പഠിക്കുന്ന കോഴ്സുകളുടെ എക്സ്പെൻസ് കുറച്ച് ഹൈ ആണ്. ആ ഹൈ എക്സ്പെൻസോട് കൂടെ നല്ല ക്വാളിറ്റിയോട് കൂടെ പഠിക്കുന്നവരെ മാത്രം സ്ഥാപനങ്ങൾക്ക് ജോലിക്കാരായിട്ട് മതി.
അല്ലാതെ നമ്മൾ ക്വാളിറ്റി ഇല്ലാതെ സ്കില്ല് കറക്റ്റ് മനസ്സിലാക്കാതെ പഠിക്കുന്ന കോളേജുകളിലുള്ള കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ കുറവാണ്. മനസ്സിലാക്കുക. ഇത് ഈ 83 ഇപ്പം എംപ്ലോയ്മെന്റ് റേറ്റ്, അൺഎംപ്ലോയ്മെന്റ് വളരെ കുറയുമ്പോൾ അവിടെ സ്കിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയാത്തവരാണ് തഴയപ്പെടുന്നത്. സ്കിൽ ഒന്നും അറിയാന്നുള്ളവരെ മാത്രമേ ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ കോഴ്സ് എടുക്കുമ്പോൾ ഒന്ന് നിങ്ങളെ സ്കിൽ ബേസ് ചെയ്ത് എടുക്കണം, രണ്ട് നല്ലൊരു കോളേജ് ആയിരിക്കണം, നിങ്ങൾക്ക് അവിടെ നിന്ന് ജോലി ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉറപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ, കാരണം നിയർലി 17% ഓഫ് പോപ്പുലേഷൻ മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ കൂടുതലായി ഇന്നത്തെ സ്ഥിതി അനുസരിച്ച്. നാളെ ചിലപ്പോൾ അത് മാറാം, 20 ആവാം, 30% ആവാം. നമ്മൾ ജോലി ഇല്ലാത്തവരുടെ പെർസെൻറ്റേജിലല്ല വരേണ്ടത്, ജോലി കിട്ടുന്നവരുടെ പെർസെൻറ്റേജിലാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യാത്ര കറക്റ്റായിരിക്കും. ഇനി IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് കരിയർ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ട്രെയിനിങ് നേടുക, നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രെയിൻഡ് ആവുക. ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന, കേരള ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ചില ട്രെയിനിങ്ങുകളുണ്ട്, അതൊക്കെ ഫ്രീ ആണ്. പക്ഷെ അവരുടെ എൻട്രൻസ് എഴുതി അതിലേ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. അടുത്ത കമ്മീഷൻ ഡിഫൻസസ് ഓഫീസർ സെലക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിലിറ്ററിയിൽ വരുന്ന അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് മിലിറ്ററിയിൽ പ്രവർത്തിക്കുന്നവർ കമ്മീഷൻ ഡിഫൻസ് ഓഫീസർ സെലക്ഷൻ പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് അവർ എഴുതി അവരുടെ ക്രൈറ്റീരിയ ഫോർമുലേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂവും ചില പ്രൊസീജിയർ ഉണ്ട്, അത് പ്രകാരം മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കരിയറിലേക്ക് വരുന്നവർ ആ മേഖലയിൽ പോകാൻ താല്പര്യം ഉള്ളവർക്ക് പോകാം. അത് അതിൻ്റെ എൻട്രൻസ് എഴുതി അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ സെക്ഷൻസ് അറ്റൻഡ് ചെയ്താണ് പോകേണ്ടത്. മാക്സിമം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും നല്ല നോളജും സ്കില്ലും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് നമ്മുടെ സ്കിൽ എന്താണ്, നമ്മുടെ വീട് എന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഏത് കോഴ്സാണ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അതിൽ എത്ര സമയം എടുക്കും, ഏത് ബാച്ചിലർ ഡിഗ്രിയാണോ ഞാൻ പഠിക്കേണ്ടത്, 3 ഇയർ ഡിഗ്രിയാണോ, അതുകൊണ്ടാണ് 3 ഇയർ 4 ഇയർ ഡിഗ്രി. ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് ഇത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുക. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ 3 ഇയർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉണ്ട്, BSc ഹോട്ടൽ മാനേജ്മെൻറ്റും ഉണ്ട്, ബാച്ചിലർ 4 ഇയർ ഹോട്ടൽ മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ 4 വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റെങ്കിലും പഠിക്കണം. 4 വർഷം പഠിച്ചില്ലെങ്കിൽ അവിടെ അംഗീകരിക്കത്തില്ല. എവിടെ? വിദേശത്ത് ഞാൻ ഗൾഫ് കൺട്രീസ് അല്ല, യൂറോപ്യൻ കൺട്രീസ്. പക്ഷേ 3 വർഷം പഠിച്ചാൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസ് ഇന്ത്യയിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ 4 ഇയർ വേണം അവന് യൂറോപ്പിൽ ജോലി ചെയ്യണം. അപ്പം നിങ്ങളുടെ ടൈം റിസോഴ്സിൽ എത്ര സമയമാണോ ഇത് പഠിക്കേണ്ടത് അത് നിങ്ങൾ കറക്റ്റ് ഇത് പഠിച്ചാൽ ഈ എബ്രോഡ് എക്സ്റ്റൻഷൻ കിട്ടണമെങ്കിൽ എത്ര ഇതിൽ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധവും നിങ്ങൾ മനസ്സിലാക്കി അതിന് എത്ര സാമ്പത്തികമാവും. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനൊക്കെ 5 ലക്ഷം 6 ലക്ഷം രൂപയിൽ നിന്നത് ഈ വർഷം മുതൽ 8, 9, 10 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട്. പല കോളേജുകളിലും 9 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ്. 8 ലക്ഷമാണ് ഏറ്റവും കുറഞ്ഞ ഫീസ്. അപ്പം 8 ലക്ഷം രൂപ നമ്മൾ ഇപ്പോൾ BSc നേഴ്സാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നേഴ്സുമാരിൽ കൂടെ. അപ്പം നേഴ്സുമാരായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് 8-9 ലക്ഷം രൂപ ചിലവാക്കാൻ ലോണ് 4 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ 4 ലക്ഷം രൂപ കയ്യിൽ നിന്നു. പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഗൈഡൻസ് എടുത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടെ പോകുവാൻ നമ്മൾ ഓർക്കുക.